യെസ്, നമ്മൾ ഇന്നൊരു ഡ്രോയിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏത് വരക്കാൻ അറിയാത്ത ആളുകൾക്കും ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന സെൻറ്റാങ്കിൾ ആർട്ട്, ഡൂഡിൽ ആർട്ട് പോലത്തെ ആർട്ടും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് ഡ്രോയിങ് ബുക്ക് തന്നെ വേണമെന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള പേജും പിന്നെ ജെൽ പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. പെട്ടെന്ന് ഫില്ല് ചെയ്യാനും പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെൻസിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേജിൽ ബോർഡർ വരച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിലൂടെ ഒരു ക്രോസ് ലൈന് വരച്ചു കൊടുത്തു. അതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒരു പാർട്ടായിട്ടുള്ള അമീബയുടെ ഷേപ്പ് ഇങ്ങനെ എല്ലാ ഭാഗത്തും വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഷേപ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. സ്ട്രെസ് റിലീഫിനാണ് ഇത് വരയ്ക്കുക എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈൻസൊക്കെ വരച്ച് ശരിയാവാതെ വരുന്ന സമയത്ത് ഒരു സ്ട്രെസ്സ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നോ, കുറച്ച് സമയം ഒന്ന് നിർത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഫോക്കസ് കൂടാനും പിന്നെ നമുക്ക് തന്നെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആർട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ വരയ്ക്കുന്ന ലൈൻസ് ഒന്നും കറക്റ്റ് അല്ല. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ ക്ഷമയില്ലാത്ത ആളാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് പോകുമ്പോൾ ബോർഡറിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് അതൊന്നും കാണില്ല. കണ്ടില്ല, ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം വരച്ചിരുന്ന ആ ഒരു ഷേപ്സിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്തതെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ നമ്മുടേതായ സെൽഫ് ടൈമിൽ കുറച്ച് സമയം ഇങ്ങനത്തെ ആർട്ടിലേക്കൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഡിവൈസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മൈൻഡിനൊരു റിലീഫ് കൊടുക്കാനും പറ്റും കേട്ടോ. ഒട്ടും വരക്കാൻ അറിയാത്ത ഞാനിങ്ങനെ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.